Principle and procedure of experiment. Principle of experimental design. ഒരു എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ സർട്ടൈൻ പ്രിൻസിപ്പിളിൻ്റെയോ അല്ലെങ്കിൽ ഗൈഡ് ലൈനിൻ്റെയോ ഒക്കെ സഹായത്തിലായിരിക്കും. ദേ ഇൻക്ലൂഡ് കമ്പാരിസൺ, റാൻഡമൈസേഷൻ, റിപ്ലിക്കേഷൻ, ബ്ലോക്കിംഗ്, ഓർത്തോഗോണാലിറ്റി ആൻഡ് ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പാണ് കമ്പാരിസൺ. This is the comparison between the observed or measured experimental result and a standard or traditional treatment which act as a baseline. Randomization. Randomization is the unplanned അല്ലെങ്കിൽ non-selective group of the whole experimental sample into representative group simply by chance എന്താക്കാം സെലക്ട് ചെയ്യാം rather than by choiceും സെലക്ഷൻ നടക്കാം. Analysis of such random units will inform about the whole sample. Randomization involves the application of the mathematical method and models such as random access പോലെയും അതുപോലെ തന്നെ റാൻഡം നമ്പർ ടേബിൾ, റാൻഡം വാരിയബിൾ. റെപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് മൾട്ടിപ്പിൾ മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റ് ഓഫ് ദ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ആർ യൂഷ്വലി സബ്ജക്റ്റ് ഓർ വേരിയേഷൻ. സോ മൾട്ടിപ്പിൾ മെഷർമെൻറ്റ് of the replicant item are necessary for the estimation of variation. This replication is utilization of the measurement of the multiple. അതായത് സെയിം സാമ്പിൾ എന്താണ് റിപ്പീറ്റ് അടിച്ച് വരുന്നതിനാണ് എന്താ പറയുക റിപ്ലിക്കേഷൻ എന്ന് പറയാം. ബ്ലോക്കിംഗ്. ദിസ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ എക്സ്പെരിമെൻ്റൽ യൂണിറ്റ് ഇൻ ടു ദ സിമിലർ ഗ്രൂപ്പ് ഓർ ബ്ലോക്ക്. ബ്ലോക്കിംഗ് ദ റിഡ്യൂസിംഗ് ദ വേരിയേഷൻ ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ആൻഡ് ദെയർബൈ എൻഷ്യൂർ ദ ഗ്രേറ്റർ പ്രിസിഷൻ ഇൻ ദിസ് എസ്റ്റിമേഷൻ ഓഫ് ദ സോഴ്സ് ഓഫ് ദ വേരിയേഷൻ അണ്ടർ സ്റ്റഡി. ഓർത്തോഗോണാലിറ്റിയാണ് അടുത്ത സ്റ്റെപ്പ്. ഇറ്റ് ഈസ് റെഫർ ദ കമ്പാരിസൺ ഓർ കോൺട്രാസ്റ്റ് മെയ്ഡ് ഇൻ ദ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്. ലാസ്റ്റ് വണ്ണാണ് ഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ്സ്. ദ സൈമൾട്ടേനിയസ് യൂസ് ഓഫ് ദ മൾട്ടിഫാക്ടോറിയൽ എക്സ്പെരിമെൻറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് വൺ ഫാക്ടർ അറ്റ് ദ ടൈം മെത്തേഡ്. ഇറ്റ് ഈസ് കോമൺ ഇൻ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്. These are much useful for evaluating the effects and interactions of several factors. Procedure of designing an experiment. ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം ബൈ പോസിംഗ് question. This step that will decide the design and determine the outcome of an experiment. The simplest and the most convinced way of the phrasing a problem is by addressing the who, what, when, where, why, how question about the problem. Second step ആണ് search of literature. ഇതെന്താണ് അവൈലബിൾ ആയിട്ടുള്ള ഫോംസ്, അതായത് സോഴ്സുകളും ഇൻഫോർമേഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ദ ലിസ്റ്റ് ഓഫ് ലിറ്ററേച്ചർ ഇൻക്ലൂഡ് ബുക്സ്, ജേർണൽസ്, അതൊക്കെ നമുക്ക് റെഫർ ചെയ്യാം. ദ റിവ്യൂ ഓഫ് ദ ലിറ്ററേച്ചർ ഈസ് ഹൈലി ഹെൽപ്ഫുൾ ഇൻ ദ ഗെറ്റിംഗ് എ ക്ലിയർ പിക്ചർ ഓഫ് ദ ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് ദ പ്രോബ്ലം അണ്ടർ സ്റ്റഡി. തേർഡ് സ്റ്റെപ്പാണ് ഡിറ്റർമിനേഷൻ ഓഫ് ദ വേരിയബിൾ ടു ബി സ്റ്റഡീഡ്. അതിൽ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഡിപ്പെൻഡൻറ്റ് വാരിയബിളും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ഇതിൽ ഉൾപ്പെടും. ഡിപ്പെൻഡൻറ്റ് വാരിയബിളിന് എക്സാമ്പിളുകളാണ് പെർഫോമൻസ് മെഷേഴ്സ്, സബ്ജക്റ്റീവ് മെഷേഴ്സ്, ഫിസിക്കൽ റെസ്പോൺസ് ഒക്കെ. ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിന് എക്സാമ്പിളാണ് അതായത് ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് ലൈക്ക് ഏജ്, വിഷൻ, എഡ്യൂക്കേഷൻ, സെക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പെടും. ഫോർത്ത് സ്റ്റെപ്പാണ് ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് ദ ലെവൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ആൻഡ് അടുത്ത സ്റ്റെപ്പാണ് ഡിറ്റർമിനിങ് ദ പോസിബിൾ കോമ്പിനേഷൻസ്. അതായത് കോമ്പിനേഷൻ ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓഫ് വാലിഡ് എക്സ്പെരിമെൻറ്റ്. ഒരു എക്സ്പെരിമെൻറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണിത്. അഞ്ചാമത്തെ സ്റ്റെപ്പായ ഡിറ്റർമിനിങ് ദ പോസിബിൾ കോമ്പിനേഷൻസ്. സിക്സ്ത് സ്റ്റെപ്പാണ് ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. That means the same observation has to be repeated as many times as possible or order to make the experiment most accurate ആകാൻ ഈ ഒരു സ്റ്റെപ്പ് സഹായിക്കും. അടുത്ത സ്റ്റെപ്പാണ് റീഡിസൈൻ. റീഡിസൈൻ എന്ന് പറയുന്നത് എറർ കറക്റ്റ് ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് റീഡിസൈൻ. എട്ടാമത്തെ സ്റ്റെപ്പാണ് കൺസിഡറേഷൻ ഓഫ് ദ എത്തിക്കൽ ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റ്. ഡാറ്റ കളക്ഷൻ പത്താമത്തെ സ്റ്റെപ്പാണത്. ഡാറ്റ വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കിട്ടിയ ഡാറ്റ ഒക്കെ എന്താണ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. പിന്നെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഡിഡക്ഷൻ. ഇറ്റ് ഇൻവോൾവ് ദ അനാലിസിസ് ആൻഡ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഓൾറെഡി വെരിഫൈഡ് ഡാറ്റ യൂസിങ് ദ വേരിയസ് മെത്തേഡ് ഇൻക്ലൂഡിങ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ട്
ഇതൊക്കെ അനലൈസിസ് ചെയ്യും. താങ്ക് യു.